പത്മകുമാറിനെ കൈവിട്ടോ എന്നാണ് ചോദ്യം. ജിമ്മി, ഇക്കാര്യത്തിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിശദമായ 2 തരത്തിലുള്ള അന്വേഷണമാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കാര്യത്തിൽ അന്വേഷണം ഒരു വഴിക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിലെ ഭണ്ഡാരത്തിൽ ശബരിമലയിലെ സ്റ്റോർ റൂമിലും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ കണക്ക് അതൊന്നുമില്ല എന്ന് കോടതിക്ക് മനസ്സിലായിട്ട് കോടതി ആദ്യം തന്നെ ജസ്റ്റിസ് ശങ്കരനെ നേതൃത്വത്തിൽ ആ സ്റ്റോക്ക് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. 2025 കോടതി പരിശോധിക്കുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഇതിൽ കണ്ടത് ദ്വാരപാലക ശില്പങ്ങൾ മാത്രമല്ല, ശബരിമലയിലെ വാതിലിൻ്റെ പണി, അതുപോലെ തന്നെ കട്ടിളപ്പടിയിലെ സ്വർണം പൂശി, ഇതെല്ലാം പ്രശ്നമാണ്. ഒന്ന് അത് SIT അന്വേഷിക്കും. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണത്തിൻ്റെ സ്റ്റോക്ക് എത്രയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ കോടതി അന്വേഷിച്ചപ്പോൾ കോടതിക്ക് ആദ്യം തന്നെ കിട്ടാൻ കുറേ ബുദ്ധിമുട്ടി. അതിനുശേഷം വിജിലൻസിൻ്റെ കോട്ടയത്തെ ടീമാണ് വന്നിട്ട് അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അതിലും ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ 2 അന്വേഷണം നടക്കുന്നു. അത് എല്ലാ 10 ദിവസവും കോടതി അതിൻ്റെ വിശദാംശങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. വ്യക്തമായ കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. SITയുടെ അന്വേഷണത്തിലേക്ക് വന്നാൽ 2 കേസുകൾ. ഒന്ന് ദ്വാരപാലക ശില്പം, അതിന് പുറത്ത് ഉള്ള പാളികൾ, അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ 2 വശത്തുമുള്ള ഈ 2 പാളികൾ, അങ്ങനെ 12ഉം 2ഉം 14. ഈ 14 പാളികളുടെ കാര്യത്തിൽ എങ്ങനെയാണ് തൂക്കം മുഴുവൻ കുറഞ്ഞത്? നമ്മൾ വിശദമായി ഒരു മാസമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പോയി, ഇത് എവിടെ പോയി, സ്വർണം പോയത് എവിടെ, ദ്വാരപാലക ശില്പത്തിൻ്റെ വെയിറ്റ് തന്നെ 4.5 കിലോ കുറയുന്നത് നിങ്ങൾക്കിത് മനസ്സിലായില്ല? ഇതെല്ലാം കോടതി ചോദിക്കുന്നുണ്ട്. അതാണ് ഒരന്വേഷണം. രണ്ടാമത്തേതാണ് കോടതി ഏറ്റവും അവസാനം പറഞ്ഞ ഉത്തരവിൽ പറഞ്ഞത്, നോക്കൂ, അതിനേക്കാൾ ഗൗരവമായ ചില കാര്യങ്ങൾ എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഈ കട്ടിളപ്പടിയിലെ സ്വർണം പൂശുന്ന കാര്യത്തിൽ അതിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പത്മകുമാറിനെ നമ്മൾ കൈവിട്ടോ എന്ന് ചോദിക്കുമ്പോൾ, പത്മകുമാർ ഉൾപ്പെട്ട ദേവസ്വം ബോർഡിനെതിരെയുള്ള കേസ് 2ാമത്തെ FIRലാണ്. കട്ടിളപ്പടിയിൽ സ്വർണം പൂശിയതിനെ സംബന്ധിച്ച കേസാണ്. എന്താണ് പത്മകുമാർ ഇതിനകത്തുള്ള ക്രൈം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സംശയത്തിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. പക്ഷേ നമുക്ക് കേൾക്കുന്നത് രേഖകളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് വരുമായിരിക്കും എന്നാണ്. ആ റിപ്പോർട്ട് വരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അത് വരാത്തത്? ആദ്യത്തെ റിപ്പോർട്ട് എല്ലാവർക്കും പുഷ്പം പോലെ കിട്ടുന്നു. 2ാമത്തെ റിപ്പോർട്ട് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് പുറത്ത് വരുന്നില്ല. അറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷേ ആദ്യത്തെ റിപ്പോർട്ട് നമ്മുടെ എല്ലാം വന്നിട്ടില്ലല്ലോ. ആണോ ഉദ്ദേശിച്ചത്? FIR അല്ല, ഇത് FIR അല്ല. ദേവസ്വം വിജിലൻസിന്റെ 2ാമത്തെ റിപ്പോർട്ടുണ്ട്. കട്ടളപ്പാളിയിലെ സ്വർണം പൂശിയതിൽ അതിലാണ് ദേവസ്വം ബോർഡിനെ ഇംപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. 2 റിപ്പോർട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, പബ്ലിക് ഡൊമൈനിലുള്ളത്. പക്ഷേ 2 റിപ്പോർട്ടുണ്ട്. ആ 2 റിപ്പോർട്ടും കോടതിയിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ 2 FIRകൾ ഇന്നിപ്പോൾ പത്തനംതിട്ടയിൽ കോടതിയിൽ ഇത് 2 FIRകളും രജിസ്റ്റർ ചെയ്ത് കോടതിയിലും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ദേവസ്വം വിജിലൻസിൻ്റെ ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഈ റിപ്പോർട്ട് വന്ന ദിവസം മുതൽ, അതായത് ഇന്നലെ മുതൽ നമ്മൾ വിശദമായ അതിൻ്റെ വാർത്തകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡ് പ്രതിയല്ല. അപ്പോൾ അതിന് നമ്മൾ അനൗദ്യോഗികമായി അന്വേഷിക്കുമ്പോൾ ഔദ്യോഗികമായി ആരും പറയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് നേരിട്ട് ദേവസ്വം ബോർഡിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള യാതൊരു തെളിവുകളുമില്ല. മാത്രമല്ല, ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ ഡിഫൻസ് എടുക്കാമെന്നുമാണ്. എനിക്കതിൽ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വളരെ വിദഗ്ധമായി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR എടുക്കുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒഴിവാക്കി എന്ന് സംശയിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാരണം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു വില്ലൻ പരിവേഷത്തിൽ നിൽക്കുന്ന മുരാരി ബാബുക്ക് കഴിഞ്ഞാൽ ജയശ്രീ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയാണ്. ജയശ്രീ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥയാണ് ഇതിനകത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫ്രോഡ് കാണിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം കോടതിയിലെ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലെ പോയിന്റ് നമ്പർ 4-ലാണുള്ളത്. അതായത് ഇത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സാണ് വിജിലൻസിൻ്റെ അന്വേഷണ സംഘം പറഞ്ഞത്. ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിൻ്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകരിൽ പൊതിഞ്ഞ ചെമ്പ് തകിടം തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ റിപ്പോർട്ട് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കുക. ചെമ്പ് തകിടുകൾ എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗികമായ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സ്വർണം പൂശുന്നതിനും, കൂടാതെ ശ്രീകോവിലിലെ തെക്ക് വടക്ക് മൂലയിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അവിടെയും സ്വർണം പൂശുന്നതിനും ഇതുൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തൻ്റെ പൂർണ്ണ ചിലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകുന്നു. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ സ്പോൺസർ, ഇതിൻ്റെ പണം കൊടുക്കുന്നയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതോടൊപ്പം ഒരു വാക്കുകൂടിയുണ്ട്, അയാളുടെ ഉത്തരവാദിത്വമായിരിക്കും. പക്ഷേ അയാൾ ചെയ്യണം. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതായിരിക്കണമല്ലോ. പണം കൊടുക്കുക മാത്രമല്ല, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇപ്പോൾ ഞാനൊരു പന്ത് കളി സ്പോൺസർ ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ പണം കൊടുക്കുന്നു. അതിനൊപ്പം ഞാനാണ് നടത്തിപ്പുകാരൻ എന്ന് കൂടിയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഞാനാണ് സ്പോൺസർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതിൻ്റെ ഉത്തരവാദിത്വവും, അതായത് നടത്തിപ്പുകാരനും അദ്ദേഹം തന്നെയാണ്. പക്ഷേ ദേവസ്വം കമ്മീഷണറുടെ
തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വേണം. ഇതാണ് ആ ഓർഡർ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കണ്ട എന്നാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കണമെന്നാണോ? അതാണല്ലോ നമ്മുടെ സംശയം. അപ്പോൾ എന്നിട്ട് പറയുന്നു, അതേസമയം ജയശ്രീ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സെക്രട്ടറി ജയശ്രീ ഇതിനകത്ത് എഴുതുമ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണം എന്നുകൂടി എഴുതി ചേർത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണം എന്ന് എഴുതി ചേർത്തതിനകത്ത് ഒരു ദുരുദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോയത്. അതുകൊണ്ട് ജയശ്രീക്കെതിരെ ഗുരുതരമായ അവർ സമാധാനം പറയണം, ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. എൻ്റെ സംശയം, ഈ രണ്ട് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിനും ഇതിനും തമ്മിൽ എന്താണ് കാര്യമായ വ്യത്യാസം? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഭക്തൻ്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെയല്ലേ അത് ചെയ്യേണ്ടത്? പൈസ കൊടുക്കുക മാത്രമല്ല അയാളുടെ ജോലി എന്ന് പറയുന്നുണ്ട്. ഒപ്പം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടം വേണമെന്ന് പറയുന്നു. അതിവിടെയുണ്ട്. ശ്രീകൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിന് കൈമാറുന്നതിനും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും. അപ്പോൾ ഉത്തരവാദിത്വം എന്നുള്ളതിൻ്റെ വേറൊരു ടേമായി സ്വർണം പൂശുന്നതിന് കൈമാറണം എന്ന് എഴുതി വെച്ചതാണ്. ഇവർ രണ്ടുപേരും ഈ രണ്ട് കടലാസും രണ്ട് ഉത്തരവും വായിച്ചാൽ രണ്ടും ഒരേ അർത്ഥത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടതുള്ളൂ. പക്ഷേ ഈ കേസിൽ ജയശ്രീയാണ് ഇതിനകത്ത് ഉത്തരവാദി. ഈ മിനിറ്റ്സ് രേഖപ്പെടുത്തിയ ദേവസ്വം ബോർഡ് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല, പ്രതിയല്ല. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ചെമ്പ് തകിടെന്ന് എഴുതി വെച്ചത് ദേവസ്വം ബോർഡ് കൂടിയാണ്. രണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. പൈസ കൊടുക്കുന്നത് മാത്രമല്ല, ഉത്തരവാദിത്വമുണ്ട് എന്ന് എഴുതി വച്ചിരിക്കുന്നു. അതുതന്നെയല്ലേ ജയശ്രീ വേറൊരു വരിയിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ടേംസിൽ എഴുതി വെച്ചത്. ഇനി ഒരു വാദത്തിന് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. അങ്ങനല്ല, രണ്ട് കൂട്ടരും ഉദ്ദേശിച്ചത് ഒന്ന് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിനെ ഈ ആദ്യത്തെ FIR-ൽ നിന്ന് ഒഴിവാക്കിയത്? ഇത് വളരെ കൃത്യമായി ദേവസ്വം ബോർഡിനെ രക്ഷിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണ് എന്ന് ഞാൻ സംശയിക്കുന്നു. രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ട് പത്മകുമാറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും പ്രതി ആയി എന്ന് ചോദിച്ചാൽ അത് രേഖകൾ വരണം. കുറച്ചുകൂടെ കാര്യമായി വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ദേവസ്വം ബോർഡിനെ ഒഴിവാക്കിയാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ എല്ലാ 10 ദിവസവും അന്വേഷണ വിവരം അറിയിച്ചു കൊണ്ടുപോകുന്ന ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ FIR-ൽ അവരെ ഉൾപ്പെടുത്തേണ്ടി വന്നു. ആദ്യത്തെ FIR-ൽ വളരെ വിദഗ്ധമായി ഒഴിവാക്കി എന്നുമാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് അവസാനം വിലങ്ങ് വെച്ച് ആരൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരൊക്കെ അവസാനം FIR-ൽ പ്രതികളായവർ പിന്നീട് പ്രതിയായിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ കൂടുതൽ പ്രതികൾ വരികയും ചെയ്യാം. ഇനി ഒരു വാദത്തിന് രണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതും ജയശ്രീ എന്ന സെക്രട്ടറി രേഖപ്പെടുത്തിയത് രണ്ടാണെന്ന് തന്നെ കരുതുക. ഒരു കാരണവശാലും ഇയാൾക്ക് ഇത് ഇളക്കിക്കൊണ്ട് സന്നിധാനത്തിന് പുറത്തേക്ക് പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതാണല്ലോ അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല എന്നാണല്ലോ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ 39 ദിവസം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ തകിടില്ലാതെ, സ്വർണ്ണ നിറമില്ലാതെ, കറുത്ത നിറത്തിൽ 2 ശില്പങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. 39 ദിവസം. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം നട തുറന്നിട്ടുമുണ്ട്. പോറ്റി, തന്ത്രി, അതുപോലെയുള്ള ഉദ്യോഗസ്ഥർ, ഇവരാരും, ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് പങ്കില്ലെന്ന് ഇവരൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ ഇത് പുറത്തേക്ക് പോയി എന്നുള്ളത്, പുറത്തേക്ക് പോകാനാണ് തീരുമാനിച്ചതെന്നുള്ളത്, അതിനനുസരിച്ചാണ് കൊണ്ടുപോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങൾക്കറിയില്ല എന്ന് ഇപ്പോൾ എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ അങ്ങനെ എഴുതിയില്ല. ശരി, ജയശ്രീയാണ് അങ്ങനെ എഴുതിയത്. പക്ഷേ ജയശ്രീ എഴുതിയത് കൊണ്ട് മാത്രമാണിത് പോയതെങ്കിലും പിന്നീടും ആ തകിടുകൾ അവിടെ ഇല്ലല്ലോ. പോയല്ലോ 39 ദിവസം. ഈ തകിടില്ലാത്ത ദ്വാരപാലക ശില്പങ്ങളുടെ മുമ്പിലാണല്ലോ നട തുറന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അവിടെ ഉള്ളതല്ലേ? തന്ത്രിയില്ലേ? ഉദ്യോഗസ്ഥരില്ലേ? ദേവസ്വം ബോർഡ് സംവിധാനങ്ങളില്ലേ? അപ്പോൾ അതറിഞ്ഞില്ലേ? അപ്പോൾ ഈ റിപ്പോർട്ടിൽ ഈ ഭാഗത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അവിടെ ഒഴിവാക്കിയതിനകത്ത് ഒരു സമർത്ഥമായൊരു നീക്കമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം ഈ റിപ്പോർട്ടിൽ തന്നെ, പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയായി ഇതിനെ കണക്കാക്കാനാവില്ലെന്നും ഏറ്റവും അവസാനം വളരെ ജനറലായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. വളരെ ജനറലായി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം എന്താണ്? സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പറയണോ? അതില്ലല്ലോ. അപ്പോൾ സ്പെസിഫിക്കായ ചില കാരണങ്ങൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്താതിരിക്കുകയും, എന്നാൽ റിപ്പോർട്ടിൻ്റെ അവസാനം മൊത്തത്തിൽ ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്നാം പ്രതിയാകുന്ന, ഒരുപാട് ഉദ്യോഗസ്ഥർ പ്രതിയാകുന്ന ഈ സംഭവത്തിൽ ദേവസ്വം ബോർഡിനെ രണ്ടാമത്തെ FIR-ൽ ഉൾപ്പെടുത്തുകയും ആദ്യത്തെ FIR-ൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തതിനകത്ത് എനിക്കൊരു സംശയമുണ്ട്. രക്ഷിച്ചെടുക്കാനുള്ളൊരു ശ്രമമാണോ, വളരെ ദുർബലമായ ഒരു കേസാണോ ബിൽഡ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു സംശയം എനിക്ക് തോന്നുന്നു. അതിനുള്ളൊരു കാരണം കൂടെയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, ഏത് ദേവസ്വം ബോർഡായാലും, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡായാലും കഴിഞ്ഞ ദേവസ്വം ബോർഡായാലും, അത് ഈ സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡാണ്. ഈ ദേവസ്വം ബോർഡിനെ ഈ കാര്യത്തിൽ അവസാനം
പ്രതിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. CPM ഇടതുമുന്നണി നിയമിച്ച 3 അംഗങ്ങൾ ഈ കേസിൽ പ്രതിയായി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. ഒന്നാമത്തെ FIRൽ അതുകൊണ്ട് തന്നെ 2019 ദേവസ്വം ബോർഡിനെ ഒഴിവാക്കിയതിൽ എനിക്ക് സംശയമുണ്ട്. പൂർണ്ണമായും പത്മകുമാറിനെ ഒഴിവാക്കി എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ കേസിൽ പത്മകുമാർ പ്രതിയാണ് എന്ന ഒരു പൊതു മെസ്സേജ് വന്നതുകൊണ്ട് ഒരു പക്ഷേ CPM നേതാക്കൾക്കും CPM അണികൾക്കും അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കാം കിട്ടിയത്. പക്ഷേ ശരിക്കുള്ള ഉദ്ദേശം അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. ഒരു സംശയമുള്ളത്, ഇപ്പോൾ ജിമ്മി പറഞ്ഞതിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൽ ദേവസ്വം മിനിറ്റ്സിലെ 77 നമ്പർ അജണ്ട പ്രകാരം എടുത്ത ബോർഡ് തീരുമാനത്തിന് കാരണമായ കത്ത് എഴുതിയിരിക്കുന്നത് ആരാണ്? അതായത് ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ ഇത് ചെമ്പുതകടെന്ന് രേഖപ്പെടുത്താനുള്ള കാരണം ആ ദേവസ്വം ബോർഡിൻ്റെ യോഗത്തിലേക്ക് വന്നിരിക്കുന്ന കത്താണ്. അതെ, ആ കത്ത് എഴുതിയിരിക്കുന്നത് ആരാണ്? ദേവസ്വം കമ്മീഷണറാണ്. അതെ, ദേവസ്വം കമ്മീഷണർ എഴുതിയിരിക്കുന്ന കത്തിൽ അത് സ്വർണ്ണപ്പാളിയിൽ നിന്നാണോ ചെമ്പപ്പാളികളിൽ നിന്നാണോ? അതല്ലേ ദേവസ്വം ബോർഡ് ഡിസ്കസ് ചെയ്യുക ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ദേവസ്വം വിജിലൻസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ദേവസ്വം കമ്മീഷണർക്ക് വേണ്ടി ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ദേവസ്വം സെക്രട്ടറിക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയ ബോർഡ് മീറ്റിംഗിലാണ് ആ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ദേവസ്വത്തിൻ്റെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ സുധീഷ് കുമാറും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവും അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന ബൈജുവും ചേർന്ന് നടത്തിയ ഒരു മാറ്റം, അതായത് തന്ത്രി പറഞ്ഞ സ്വർണ്ണപ്പാളിയിൽ നിന്ന് അത് ചെമ്പ് തകിടായിട്ട് മാറിയത്, അതാണ് ദേവസ്വം ബോർഡിൻ്റെ മുന്നിൽ വരുന്നത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മീറ്റിംഗ്. തീർച്ചയായും അതിൻ്റെ പുറത്താണ് ആ തീരുമാനം. അപ്പോൾ ആ തീരുമാനമെടുത്തതിന് ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് കൊടുക്കാൻ കഴിയില്ല. അതായത് കത്ത് കൊടുത്തത് ആരാണോ അവരാണ് ഇതിന് ഉത്തരവാദി. നിങ്ങൾ അങ്ങനെയാണല്ലോ, നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെയാണല്ലോ ഫയൽ സമർപ്പിക്കുന്നത്. ആ ഫയലിൽ നോട്ട് എഴുതിയ ഉദ്യോഗസ്ഥർക്കാണ് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. കാരണം ദേവസ്വം ബോർഡിനല്ല ആ തിരുവാഭരണം അടക്കമുള്ള സന്നിധാനത്തെ ഒരാഭരണത്തിൻ്റെയും കസ്റ്റോഡിയൻഷിപ്പ്. അത് തിരുവാഭരണം കമ്മീഷണർക്കാണ്. തിരുവാഭരണം കമ്മീഷണറാണ് അതിന് ലൈബിളായിത്തീരുന്നത്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ വേണം അത് നടത്താൻ എന്നാണ് മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഭാഗമുണ്ടല്ലോ, അതായത് ദേവസ്വം കമ്മീഷന്റെ ശുപാർശ പ്രകാരം താങ്കൾ വായിച്ചതുപോലെ ഈ ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്തത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇളക്കിയെടുത്തു കൊടുക്കുക എന്ന് പറയുന്നതോ ഇത് ചെന്നൈയിലേക്ക് ഒറ്റയ്ക്ക് കൊടുത്തു വിടണം എന്നുള്ളതോ ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയില്ല. എൻ്റെ മറുപടി ഇതാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ അവിടെ വോട്ട് തകിടാണ് ഈ മുരാരി ബാബുവും സുധീഷ് കുമാറും എഴുതി വെച്ചു എന്ന് കരുതുക. വോട്ട് തകിടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേവസ്വം ബോർഡിലേക്ക് ഈ സാധനം വരുമ്പോൾ എല്ലാ ദിവസവും എല്ലാവരും കാണുന്നല്ലേ, ഇത് സ്വർണം പൂശിയ തകിടാണ്. തന്ത്രി പറയുന്നത് സ്വർണം പൂശിയ തകിടാണ്. തന്ത്രിക്ക് അറിയാവുന്നത് സ്വർണം പൂശിയ തകിടാണ്. ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഒന്ന്. അപ്പോൾ ഇത് വരുമ്പോൾ ഏതെങ്കിലും ആരെങ്കിലും എഴുതി വെച്ചാൽ നിങ്ങളുടെ ഭാഗത്തുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെഴുതി വെച്ചാലും നിങ്ങൾ എല്ലാ ദിവസവും കാണുന്നതാണ്. നിങ്ങൾക്ക് ഈ കഥയൊക്കെ അറിയാവുന്നതാണ്. അവിടുത്തെ വലിയ സമയത്ത് എങ്ങനെ കഥകൾ അറിയാൻ? ഞാൻ പറഞ്ഞു അല്ലല്ല, നിങ്ങളുടെ തന്ത്രി പറയല്ലേ, തന്ത്രി പറഞ്ഞ കത്തില്ലല്ലോ യോഗത്തിൽ. അല്ലല്ല, തന്ത്രിയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് ഒറിജിനേറ്റ് ചെയ്ത കത്ത് മാറ്റിയതാരാണ്? കേട്ടില്ല. ആ ഒറിജിനേറ്റ് ചെയ്ത ദേവസ്വം തന്ത്രിയുടെ കത്ത് മാറ്റിയത് മുരാരി ബാബു. തന്ത്രിക്ക് അറിയാമല്ലോ. തന്ത്രി ദേവസ്വം ബോർഡിൽ ഇല്ലല്ലോ. തന്ത്രിക്ക് അറിയാമല്ലോ. ആണല്ലോ, ശരി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ വരുന്ന ചെമ്പ് തകിട് എന്ന് സ്വർണം പൂശിയ തകിട് എന്നുള്ളത് ചെമ്പ് തകിടെന്ന് എഴുതി വെച്ച് നിങ്ങൾക്ക് മനസ്സിലായില്ല. ശരി, ആയിക്കോട്ടെ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അത് മനസ്സിലാവേണ്ടതായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എന്ന് മാത്രമല്ല, അതിൻ്റെ സ്വർണ്ണമൊക്കെ പോയി എന്ന് ആദ്യം പത്മകുമാർ പറയുകയും പിന്നീട് അങ്ങനല്ല ഞാൻ പറഞ്ഞെന്ന് പറയുകയും ചെയ്തു. 1-ാം തീയതിയാണ് അദ്ദേഹത്തിന് ഇതിന് റിയാക്ഷൻ വരുന്നത്. അതാണ് പിന്നെ പറഞ്ഞത്. അതൊന്നുമല്ല, നമ്മളെടുത്താണ്, നമ്മുടെ ബൈറ്റാ അത്. ഇവിടെയുണ്ട് ചെമ്പ് തകിടാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് പോട്ടെ. പക്ഷേ ഇത് മനസ്സിലാക്കാൻ അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഇത് സ്വർണം പൂശിയ തകിടാണെന്ന്. എന്ന് മാത്രമല്ല, കോടതി ചോദിക്കുന്നുണ്ടല്ലോ, ഇത് അവിടെ 98-ൽ സ്വർണം പൂശിയ തകിടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്കിത് മനസ്സിലായില്ല. അതിലെനിക്ക് സംശയമുണ്ട്. 1. 2, ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിലും പൂർണ്ണ ചെലവിലും. ഉത്തരവാദിത്വം എന്നുള്ളതിൻ്റെ അർത്ഥം ഇവരതിനെ ജയശ്രീ അതിനെ സ്വർണം പൂശുന്നതിന് കൈമാറണം എന്നെഴുതി. അത് ഞാൻ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ഇനി ആ വ്യാഖ്യാനം അല്ലെന്നിരിക്കട്ടെ, ഞങ്ങളെ ബോർഡ് ഇത് പുറത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല. അതാണ് പത്മകുമാർ ഇപ്പോൾ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. 39 ദിവസം ഇത് സന്നിധാനത്തില്ല. അപ്പോൾ ഇത് എവിടെ പോയി? ഇത് അറിയണ്ടേ, ഇത് അന്വേഷിക്കണ്ടേ? ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രമല്ല, കൂടെ 2-3 അംഗങ്ങളും ഉണ്ട്, മുഴുവൻ സംവിധാനങ്ങളുമുണ്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, തന്ത്രി അറിഞ്ഞിട്ടില്ല, ദേവസ്വം ബോർഡ് അറിഞ്ഞിട്ടില്ല. പക്ഷേ 39 ദിവസം ഇത് മിസ്സിങ്ങാണ്, സന്നിധാനത്തില്ല. അപ്പോഴെങ്കിലും ഒരു സാമാന്യ യുക്തിയിൽ മനസ്സിലാവണ്ടേ? അപ്പോൾ അതിനകത്ത് ഒരു സംശയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇത് സാമാന്യ യുക്തിയുടെ പ്രശ്നമുണ്ട്.
ഇതെങ്ങനെ പുറത്തേക്ക് പോയി എന്നുള്ളത് ഇപ്പോഴല്ല, ഇതുവരെ ആർക്കും സംശയമില്ലെന്നേ. 39 ദിവസം ഇത് മിസ്സിംഗ് ആയിട്ട് അവിടെ ആർക്കും ഒന്നും തോന്നുന്നു. ഇതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തു, എല്ലാം ഗംഭീരമായി എന്ന് മാത്രമല്ല, നമുക്കറിയാമല്ലോ ഈ തകിട് ചങ്ങനാശ്ശേരിയിൽ വലിയ ആഘോഷമായിട്ട് കൊണ്ടുവരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ഉണ്ട്. ഈ തകടല്ലത്, അത് കട്ടളപ്പാളി തകട്. കട്ടളപ്പാളിയും ഇതൊന്നും ഞങ്ങളൊന്നും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയാം എന്നുള്ളത്. കട്ടളപ്പാളി അവിടെ നിന്ന് ഇളക്കിയെടുത്തുകൊണ്ട് പോയത് അല്ലല്ലോ, ഡോറ് അവിടെ നിന്ന് ഇളക്കിയെടുത്തുകൊണ്ട് പോയതല്ലല്ലോ. ഡോർ ഇളക്കി പുതിയ ഡോറ് വെച്ചു അവിടെ തന്നെ വെച്ചോ. അല്ലല്ല, ഡോർ തടിപ്പണി പുറത്താ ചെയ്തത്. അല്ലല്ല, ഡോറ് ഇളക്കി കൊണ്ടുപോയിട്ടില്ല, പകരം പുതിയത് കൊണ്ട് നമ്മുടെ പ്ലേസ് ചെയ്യുക ചെയ്തു. പുതിയ ഡോർ ഉണ്ടായി, കട്ടളപ്പാളി കൊണ്ടുപോയി, ഇതൊക്കെ പുറത്ത് കൊണ്ടുപോയി. അതിനുശേഷം ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതിനകത്ത് 39 ദിവസം അവിടെ മിസ്സിംഗ് ആയ ഒരു സാധനത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാതിരിക്കാൻ മാത്രമല്ല, നിങ്ങൾ പറയാത്തൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇതെന്ത് പറ്റി അതാണ് അതിനകത്ത് വീഴ്ച. പക്ഷേ അത് എഫ്ഐആറിൽ ഒരു പ്രതി ചേർക്കാൻ മാത്രമുള്ളത് ഈ നിലവിലുള്ള ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പ്രകാരമുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. രണ്ടാമത്തെ നമുക്കറിയില്ല, രണ്ടാമത്തതിനകത്ത് ഒരു പക്ഷേ ഗുരുതരമായ കണ്ടെത്തൽ. പക്ഷേ ഇത് വളരെ വ്യക്തമാണ്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 39 ദിവസം ഇറ്റ് വാസ് മിസ്സിംഗ്. അല്ല, അത് കേസെടുക്കുന്നതിന് പര്യാപ്തമല്ലല്ലോ. കാരണം നിങ്ങൾ സ്വർണ്ണപ്പാളി എന്ന് എഴുതിയത് ചെമ്പുപാളിയാക്കിയത് ദേവസ്വം ബോർഡല്ല, അത് എഴുതിയത് ഉത്തരവാദികൾ ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ആഭരണങ്ങളുടെയും ഉത്തരവാദിത്വം, സ്വർണത്തിൻ്റെയും വസ്തുക്കളുടെയും ഉത്തരവാദിത്വം തിരുവാഭരണം കമ്മീഷണർക്കാണ്. തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ശസ്ത്രവിധി പ്രകാരം ഒരു സ്പോൺസർ അയാളുടെ ഉത്തരവാദിത്വത്തിലും അയാളുടെ ചെലവിലും, അങ്ങനെയാണല്ലോ സ്പോൺസറിന് കൊടുക്കുക. അത് രണ്ട് രീതി കൊടുക്കാം. സ്പോൺസർ ആണെങ്കിൽ സ്പോൺസറുടെ പൈസ കൊടുക്കാം. അല്ലല്ല, സ്പോൺസർ വിജയമല്യ പൂശിയത് എങ്ങനെ? വിജയമല്യ പൂശിയത് ദേവസ്വം ബോർഡിലെ ശില്പികളെ കൊണ്ടല്ല, NJRനെ വിളിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി പൂജി. അതിന് MOU ശസ്ത്രവിധി പ്രകാരമാണ്. അത് അത്രയും വലിയ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സ്പോൺസർഷിപ്പ് മിനിറ്റ്സ് ഉണ്ട്, അതിന് MOU ഉണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ഇതിനകത്തെ പ്രശ്നം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് ഇപ്പോൾ പത്മകുമാർ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ മിനിറ്റ്സിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ആ മിനിറ്റ്സിന് കാരണമായ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്നുള്ളതാണ് എന്റെ വാദം. മുരാരി ബാബു, സുധീഷ് കുമാറും പ്രതികളാവേണ്ടവർ തന്നെയാണ്. പക്ഷെ ദേവസ്വം ബോർഡ് ഇടയ്ക്കിടയ്ക്ക് സ്വർണം പൂശേണ്ടി വരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയം തോന്നാതിരിക്കുന്ന ബോർഡിന് വാറണ്ടി എന്ന് പറയുമ്പോൾ ആരാണ് വാറണ്ടി കൊടുക്കുന്നത്? സ്മാർട്ട് ക്രിയേഷൻസ് ആണ്. ഒന്ന് സ്മൃതി, ഈ കാര്യത്തിൽ തിരുവാഭരണം കമ്മീഷണർക്കുള്ള ഉത്തരവാദിത്വം ഒന്ന്, ദേവസ്വം ബോർഡിനുള്ള ഉത്തരവാദിത്വം ഒന്ന്. തിരുവാഭരണം കമ്മീഷണർക്കാണ് പൂർണ്ണ ചുമതല അവിടെയുള്ള മുഴുവൻ സ്ഥാപന വസ്തുക്കളുടെയും മുഴുവൻ കണക്കുകളുടെയും ഡീറ്റെയിലിംഗ് സൂക്ഷിക്കുക എന്നുള്ളത്. അല്ലാതെ അതാത് വർഷം വരുന്ന ദേവസ്വം ബോർഡ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്. തിരുവാഭരണം കമ്മീഷണർ അങ്ങനെയല്ല, സ്പെഷ്യൽ കമ്മീഷണർ അങ്ങനെയല്ല. അവരാണ് അതിന് ഉത്തരവാദികൾ. അവർ വന്ന് നാളെ ഒരു കാരണം കുറവുണ്ടെന്ന് കൂടുതലെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. പറയേണ്ടത് ഇവരാണ്, കണക്കുകൾ സൂക്ഷിക്കേണ്ടത് അവരാണ്. Meet the editors.